നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് സൗദി അറേബ്യയിലെ ദമാമിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി ദമാമിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലുള്ള വലിയ ഒരു സ്കൂളാണ് സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂൾ. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് അവരുടെ ജീവിതമാർഗം തെളിയിച്ചു കൊടുക്കുകയും ചെയ്ത വലിയ ഒരു സ്കൂൾ തന്നെയാണ് സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂൾ. സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ, സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒട്ടനവധി. സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ നാട്ടിലെ സ്കൂളുകളുടെ മാനേജറാണ്. അതിനേക്കാൾ ഉപരി സൺറൈസ് ട്രേഡിംഗ് കമ്പനി എന്ന വലിയ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. ഒരുപാട് വിശേഷങ്ങളുമായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. പേഴ്സണലി ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, പന്തളം സ്വദേശിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ജോൺസൺ സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. വലിയ സംരംഭങ്ങളുള്ള ഒരു വ്യക്തിത്വം വളരെ എളിമയോടുകൂടി ജീവിക്കുന്നു എന്നുള്ളത് താങ്കളെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്നും ഈ സൗദി അറേബ്യയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? പന്തളത്തിനടുത്തുള്ള ചെറിയ കുടശനാട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കുടശനാട് LP സ്കൂളും കുടശനാട് ഹൈസ്കൂളുമാണ്. അതിനുശേഷം പത്തനംതിട്ട കാതലിക് കോളേജിൽ ഡിഗ്രി പൂർത്തിയാക്കിയുണ്ടായി. എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും 3 പേരും ഇവിടെയായിരുന്നു. അപ്പോൾ അവരിൽ ഒരാൾ അയച്ചു തന്ന വിസയാണ് അതിന് കാരണക്കാരൻ. എനിക്കായി അയച്ച വിസ അല്ലെങ്കിൽ കൂടിയും അവസാനം ഞാൻ കയറി വരാൻ നിമിത്തമായി. മാൻ പ്രൊപ്പോസഡ് ഗോഡ് ഡിസ്പോസഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ പലതും പ്ലാൻ ചെയ്യും, എന്നാൽ ദൈവം മറ്റൊരു വിധിയാണ് നമുക്ക് വേണ്ടി എഴുതി വെക്കുന്നത്. താങ്കൾക്ക് അല്ലാത്ത ഒരു വിസയിലാണ് ആദ്യം അല്ലേ വരുന്നത്. ശരിക്കും താങ്കൾ ആ വിസയിലേക്ക് ഇവിടെ എത്തപ്പെടുന്നു. അതിനുശേഷം 24 വർഷങ്ങൾക്ക് മുമ്പ് ജോലി തുടരുക, അതിനുശേഷം ഒരു വലിയ വളർച്ചയിലേക്കാണ് താങ്കളുടെ ജീവിതവും താങ്കളുടെ സറൗണ്ട്സും മാറിയത്. എങ്ങനെയായിരുന്നു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആ പഴയ കാര്യങ്ങളൊന്ന് ഓർക്കുകയാണെങ്കിൽ? ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ വന്ന ആളാണ്. എൻ്റെ പിതാവും എൻ്റെ അമ്മാവനും ഒക്കെ ബിസിനസ് മേലെ നിൽക്കുന്നതാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹത്തിലാണ് പിന്നെ ചിന്തിച്ചത്. അങ്ങനെ എൻ്റെ ബ്രദേഴ്സിൻ്റെ സഹകരണത്തിലും സഹായത്തിലും കോബാറിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം സൺറൈസ് കമ്പനിയാണ്. സൺറൈസ് കമ്പനി തന്നെയാണല്ലേ. സാറിൻ്റെ എല്ലാ ബിസിനസ്സിനും ഒരു പ്രകാശമുണ്ട്. അത് എങ്ങനെയാണ് ഈ സൺ താങ്കളുടെ ബിസിനസ് ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നത്? അത് അവിചാരിതം തന്നെ പറയാം. ചെറുപ്പകാല ബാലന സഖ്യത്തിൻ്റെ ലീഡർഷിപ്പിൽ വന്നപ്പോൾ ഞാൻ തുടങ്ങിയ ബാലന സഖ്യത്തിൻ്റെ പേര് സൺഷൈൻ എന്നായിരുന്നു. സൺഷൈൻ അഖില കേരള ബാലന സഖ്യമായിരുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോൾ സ്കൂളിൻ്റെ പേരും ഞാൻ പറയാതെ തന്നെ മുനീറ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അത് സൺഷൈനായി മാറുകയായിരുന്നു. പ്രധാനമായും ജീവിതത്തിലേക്ക് ഇങ്ങനെ ഉണ്ടായ മുഹൂർത്തങ്ങൾ സാർ ഓർക്കുന്നുണ്ട്? അവിചാരിതമായി നമുക്ക് സന്തോഷം നൽകിയ മുഹൂർത്തങ്ങൾ? ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മകളുടെ +2 കഴിഞ്ഞ് 91% മാർക്ക് വാങ്ങാൻ എൻ്റെ അമ്മാവൻ്റെ സ്കൂൾ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് കണ്ട് പഠിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂൾ തുടങ്ങണം അത് ഈ ആഗ്രഹം ഉണ്ടായപ്പോൾ ഏതാണ്ട് 15 വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ചതാണ്. അവസാനം എൻ്റെ സ്പോൺസറോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്പോൺസർ തന്നെ സ്കൂൾ തുടങ്ങാനുള്ള വേദി ഒരുക്കി തരുന്നത്. അന്ന് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയും വികസിപ്പിക്കുന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസം മാത്രമല്ല, കലയും സംസ്കാരവും കുട്ടികളെ പഠിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇൻ്റർ സ്കൂൾ സ്പീച്ച് സിംഗിങ് കോമ്പറ്റീഷൻ ഇവിടെ ഏർപ്പെടുത്തുകയുണ്ടായി.
2 വർഷം മുമ്പ് അത് ഗംഭീരമായ പ്രോഗ്രാമായി ഇവിടെ വിജയിക്കുകയുണ്ടായി. കൂടി അറിയുമ്പോഴാണ് അത്രയും വലിയ ഭാഗ്യം ലോകത്തിൽ വേറെ ഒന്നുമില്ല. മക്കളുടെ പേര് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. മൂത്ത മകളുടെ പേര് റിച്ചിൻ അന്ന ജോൺസൺ, 3rd ഇയർ MBBS വിദ്യാർത്ഥി, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഇളയാൾ റിമിൻ ജോൺസൺ, ന്യൂആർട്സ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ന്യൂആർട്സ് കോളേജിൽ LLB 1ാം വർഷ വിദ്യാർത്ഥിയാണ്. സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എടുത്തു പറയുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ അമ്മാവൻ്റെ സ്കൂൾ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെ നിന്നാണ് ഞാനിത് കണ്ട് പഠിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്കൂൾ തുടങ്ങണം അതേ ആഗ്രഹം ഉണ്ടായപ്പോൾ ഏതാണ്ട് 15 വർഷം മുമ്പ് ഞാൻ ആഗ്രഹിച്ചതാണ്. അവസാനം എൻ്റെ സ്പോൺസറോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്പോൺസർ തന്നെ സ്കൂൾ തുടങ്ങാനുള്ള വേദി ഒരുക്കി തരുന്നത്. അന്ന് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയും വികസിപ്പിക്കുന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസം മാത്രമല്ല, കലയും സംസ്കാരവും കുട്ടികളെ പഠിപ്പിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇൻ്റർ സ്കൂൾ സ്പീച്ച് സിംഗിങ് കോമ്പറ്റീഷൻ ഇവിടെ ഏർപ്പെടുത്തുകയുണ്ടായി. 2 വർഷം മുമ്പ് അത് ഗംഭീരമായ പ്രോഗ്രാമായി ഇവിടെ വിജയിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ ചെയ്തു വരുന്ന വിദ്യാഭ്യാസത്തിനുമപ്പുറം മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസാണ് സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലുള്ളത്? ഞങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ ഈസ്റ്റേൺ പ്രോവിൻസിൽ ആദ്യമായി മൾട്ടിമീഡിയ സ്കൂൾ സിലബസോട് തുടങ്ങിയ സ്കൂൾ ഇതാണ്, മൾട്ടിമീഡിയ സിലബസോടുകൂടി. രണ്ടാമതായി ഈസ്റ്റേൺ പ്രോവിൻസിൽ ആദ്യമായി ഈ ലൈബ്രറി തുടങ്ങിയത് ഇവിടെയാണ്. ഈ 2 എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖല ഞങ്ങൾ നൽകിയ ഒരു സംഭാവന എന്നുകൂടി വേണമെങ്കിലും പറയാം. 100%. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് ദമാം വിദ്യാഭ്യാസ മേഖലയിൽ സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂൾ കൊടുക്കുന്ന സംഭാവന തന്നെയാണ്, അതിൻ്റെ സംശയവുമില്ല. നമ്മുടെ അധ്യാപകരുടെ ക്വാളിറ്റീസിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. ഇവിടെ ചില പരിമിതികളുണ്ട്. എങ്കിൽ തന്നെയും ഞങ്ങളുടെ അധ്യാപകരെല്ലാം തന്നെ PG ഉള്ളവരാണ്, B.Ed ഉള്ളവരാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഇൻ്റർവ്യൂ നടത്തി പുതിയ അധ്യാപകരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് ഞങ്ങൾ. കഴിഞ്ഞ മാസം നാട്ടിൽ പോയി നല്ല ഒരു പറ്റം ആൾക്കാരെ ഇൻ്റർവ്യൂ നടത്തി ഞങ്ങൾ ഓൾറെഡി 20 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സർ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ പ്രദേശത്താണ് സെൻറ്റ് ജോർജ് മൗണ്ട് ഹൈസ്കൂളും അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളും നിലനിൽക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥാപനം കൂടിയാണ് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന താങ്കളുടെ സ്ഥാപനമായ സെൻറ്റ് ജോർജ് മൗണ്ടും സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂളും. എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് വിലയിരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യകാലങ്ങളിൽ എൻ്റെ പിതാവ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിലും അവിടെ പോയി വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ നല്ല ഒരു പറ്റം അധ്യാപകർ അവിടെയുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട് കേരള അടിസ്ഥാനത്തിൽ പല അവാർഡുകളും വാങ്ങുന്ന എൻ്റെ സ്കൂളുകൾ മുൻപന്തിയിലാണ്. എല്ലാ വർഷവും 1-2 കലാമേഖലകളിലെ അവാർഡുകൾ വാങ്ങാറുണ്ട്, സ്ഥാനങ്ങൾ വാങ്ങാറുണ്ട്. അവരെ നല്ല രീതിയിലാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. ഞാൻ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്കൂളിലെയും ഈ സ്കൂളിലെയും കുട്ടികൾ കൂടി പ്രാർത്ഥിക്കുന്ന രീതി എൻ്റെ കുടുംബത്തിലുണ്ട്. സർ, ഞാൻ ഈ ഒരു അഭിമുഖം തുടങ്ങുന്നതിന് മുമ്പായി എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറയുകയുണ്ടായി. കാരണം ഇത്തരത്തിൽ ഒരു സൗദി അറേബ്യയിലെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ദമാമിലെ വലിയ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പദവിയുള്ള ഒരു സ്കൂളുമാണ് സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളും അതുപോലെ തന്നെ ജോൺസൺ കീപ്പള്ളിയിലും.
എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഒരു പന്തളംകാരനായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ സാറിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൂടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ സാറിൻ്റെ കാലഘട്ടത്തിലെ ഗ്രാമത്തെക്കുറിച്ച് തന്നെയാവാം ചോദ്യം. സാറിൻ്റെ ഓർമ്മകൾ, സാറിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പന്തളവും പരിസര പ്രദേശങ്ങളും അത് ആ ഓർമ്മകൾ സൗദി അറേബ്യയിലേക്കൊന്ന് പറിച്ചു നടുകയാണെങ്കിൽ താങ്കൾക്ക് ഓർക്കാനുള്ളതും പറയാനുള്ളതും. ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരത്വം അവനെ എന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ പഠിച്ച ഗവൺമെൻറ് LP സ്കൂള്, ഞാൻ പഠിച്ച NS സ്കൂള്, അവിടുത്തെ കൂട്ടുകാർ, അധ്യാപകർ ഇന്നും മനസ്സിൽ നിൽക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സൗദി അറേബ്യയിൽ വന്നിട്ട് എനിക്ക് എൻ്റെ ഗ്രാമത്തിലെ ജനങ്ങളെ ആഗോളമായി കോർത്തിണയിക്കൊണ്ട് കോസ് എന്ന മഹാസംഘടന ഉണ്ടാക്കാൻ സാധിച്ചു. കുടച്ചനാട് ഓവർസീസ് സംഘടന എന്ന സംഘടന പേരിൽ ആഗോള കുടച്ചനാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇന്ന് വളരെ ഭംഗിയായി ഈ 10ാം വർഷവും കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ജനറൽ കൺവീനറാണ് ഇത്. ഞാനും ശ്രീ ജോൺ പനക്കൽ കൂടിയാണ് അന്ന് ആ സംഘടന ഉണ്ടാക്കുന്നത്. അന്നത്തെ സാഹചര്യം, നാട്ടിലെ വിശേഷങ്ങളും, പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം, സാറ് പഠിച്ച സ്കൂള്, ഓർമ്മകൾ. അന്ന് ഗ്രാമത്തിൻ്റെ തനതായ ഗ്രാമത്തിലെ ഗ്രാമക്കാർ കൂടി നടത്തുന്ന നാടകങ്ങൾ, ഗ്രാമക്കാർ കൂടി നടത്തുന്ന ഫുട്ബോൾ മേളകൾ, അതൊരു മത്സരങ്ങൾ, ക്ലബ്ബുകളുടെ മത്സരങ്ങൾ, വയലും അവിടുത്തെ ഞങ്ങൾ തോട്ടി കുളിക്കാൻ പോകുന്ന ആ രീതി, ഗ്രൂപ്പായി നീർത്തടത്തിൽ പോയി കുളിക്കുന്ന ആ രീതി, അപ്പോൾ ശനിയാഴ്ചകളിലൊക്കെ തിമിർത്ത് സന്തോഷിക്കുന്ന ഒരു രീതി, ഇന്നതൊക്കെ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. ഇന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് മാറി നമ്മൾ. കാലഘട്ടത്തിൻ്റെ വ്യത്യാസം വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് സാറിന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, വലിയ ഒരു ജീവിതം തന്നെ ദൈവം താങ്കൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്, അല്ലേ? സംശയമില്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും ആദ്യ സമയത്ത് നാട് വിട്ടു വന്നപ്പോഴുണ്ടായ വേദന, ഇതിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുമോ, ഇത്ര ഉയരത്തിലെത്തുമോ എന്നൊക്കെ താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഇവിടെയുണ്ട്, എൻ്റെ കുടുംബങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു എൻ്റെ ഫാദറിനെയും മദറിനെയും എല്ലായ്പ്പോഴും നഷ്ടപ്പെടുന്ന ഒരു ഭാഗം മാത്രമുണ്ട്, വേദനയുണ്ടാകും. പക്ഷേ എല്ലാ വർഷവും എനിക്ക് പോകാൻ സാധിച്ചു. അന്നും എല്ലാ വർഷവും പോകുന്നു. ഇപ്പോൾ അത് കൂടി നാട്ടുകാരെ കാണുമ്പോൾ നൊസ്റ്റാൾജി ഫീലിങ്സ് എപ്പോഴും ഉണ്ടാകും, എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. അവിടെ കാണുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ കുടുംബം, ഞാനൊരു വേറൊരു മനുഷ്യനായിട്ട് തന്നെ ആ കുടശനാട്ടിൻ്റെ ബൗണ്ടറി എത്തുമ്പോൾ മാറാറുണ്ട്, പഴയ കുടശനാട്ടുകാരനായിട്ട്. ഞാനീ പറയാൻ പോകുന്ന കാര്യം സാറിന് ഉറപ്പായിട്ട് മിസ് ചെയ്യും. അന്നത്തെ പള്ളിപ്പെരുന്നാളൊക്കെ തന്നെ മിസ് ചെയ്യുന്നുണ്ടോ? അതെ. അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ മാക്സിമം പെരുന്നാൾ പങ്കെടുക്കും. ഞാൻ അതിൻ്റെ ചെണ്ടയുടെ കൂടെയും വാദ്യമേളം കൂടെ മുൻപന്തിയിൽ ഞാൻ പോകുന്നു. എല്ലാ വർഷവും എനിക്ക് വലിയ ഹരമാണ് അവിടുത്തെ ചെണ്ടമേളം, അവിടുത്തെ വാദ്യമേളം, അവിടുത്തെ മറ്റ് ആരാധനാക്രമങ്ങൾ. ഞങ്ങളുടെ 12,000 പേര് കൂടുന്ന ഒരു പള്ളി. അപ്പോൾ എന്നെ ഒത്തിരി ആ പള്ളി എന്നെ ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട് എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ടി. ആ സമുദായ ആചാര്യന്മാർ ഞാൻ ഓർക്കുകയാണ്, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്നത്തെ മലങ്കര സഭയുടെ ബാവ മൊറാൻമാർ ബസേലിയോസ് മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ അനുഗ്രഹങ്ങൾ ഒത്തിരി വാങ്ങിയ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം വന്ന മാത്യു ദ്വിതീയം കാതോലിക്ക ബാവയുടെയും നേരിട്ട് പുള്ളിയെ സ്വീകരിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ബാവ എൻ്റെ സ്കൂള് കല്ലിടിൽ നടത്തിയതാണ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. അങ്ങനെ ഒത്തിരി സമുദായ ആചാര്യന്മാരുടെ സ്നേഹാശയങ്ങൾ എനിക്ക് അവിചാരിതമായി കിട്ടിയ വ്യക്തി കൂടിയാണ്. സാർ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം താങ്കളുടെ സംസാരത്തിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചൊരു പോയിന്റ്, കോസ് എന്ന താങ്കൾ രൂപകൽപ്പന ചെയ്ത ഒരു സംഘടന. പലപ്പോഴും നമ്മൾ പല സംഘടനകളും കണ്ടിട്ടുണ്ട്. അതൊന്നുകിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, ഇപ്പോൾ പന്തളത്ത് നിന്നൊരു സംഘടന ഉണ്ടാകുകയാണെങ്കിൽ പന്തളത്തിൻ പ്രവാസി അസോസിയേഷൻ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിലിപ്പോൾ ഒരുപക്ഷെ കോട്ടയം ആണെങ്കിൽ അങ്ങനെ, ട്രിവാൻഡ്രം ആണെങ്കിൽ അങ്ങനെ, മലപ്പുറം ആണെങ്കിൽ അങ്ങനെ. ഒരു ഗ്രാമപ്രദേശത്ത് ഇപ്പോൾ പന്തളത്ത് നിന്നും ഒരു കുടശനാട് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാകുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശശുദ്ധി എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഒന്ന് വിശദമാക്കാമെങ്കിൽ. നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് എൻ്റെ മഹാത്മ്യം ഞാൻ മനസ്സിലാക്കുന്നത്. കുടശനാട്ടിൽ നിന്ന് വേണ്ട 1500 പരം പ്രവാസികളുണ്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിലായിട്ട്. ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇമെയിൽ ID ഉണ്ട് ഞങ്ങളുടെ കോഴ്സിന് വേണ്ടി. ഇത് നാട്ടിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും അപ്പോഴപ്പോൾ ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലോകം മൊത്തം ഒറ്റ ക്ലിക്കിൽ അത് ചെല്ലുകയും ചെയ്യും. ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ എല്ലാവരും നോക്കുന്നത് കോഴ്സിൻ്റെ മെയിലാണ് നോക്കുന്നത്. കോഴ്സ് അത് വലിയൊരു സംഭവമാണ്. പാവപ്പെട്ട ഒത്തിരി ആൾക്കാരെ അവിടെ സഹായിക്കുന്നുണ്ട്. അവന് വേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. മറ്റ് വിപുലമായ രീതിയിലുള്ള പ്രോഗ്രാം സമ്മേളനം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും 3 അവാർഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് ഗ്രാമത്തിലെ പ്രഗത്ഭരായ ആൾക്കാരെ മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കുന്ന, അതിന് വിദേശിയെന്നോ സ്വദേശിയൊന്നും ഇല്ല, ആ ഗ്രാമത്തിലെ പ്രഗത്ഭരായ ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന
3 അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു ഈ ഒരു സംഘടന. ഇതൊരു ഗ്ലോബലൈസ് ചെയ്യപ്പെട്ട് ഗ്ലോബൽ മീറ്റ് ഞങ്ങൾ എവരി 2 ഇയർ നടത്താറുണ്ട്. 2 വർഷം കൂടുമ്പോൾ അത് ഗ്ലോബൽ മീറ്റ് നടത്തും. അത് സാധാരണ കൊടശനാട്ട് വെച്ചാണ് ആദ്യ ഗ്ലോബൽ മീറ്റ് നടത്തുന്നത്. സെക്കൻഡ് ഗ്ലോബൽ മീറ്റ് ഞങ്ങൾ ബഹറിൽ വെച്ചാണ് നടത്തിയത്. അന്ന് ബഹറിൻ അംബാസഡറാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും കാര്യമൊക്കെ ചെയ്തത്. എല്ലാ രാജ്യത്തും ഈ കുടശനാടിൻ്റെ വേരുകളുണ്ട്. 15 ബ്രാഞ്ച് ഉണ്ട്. കാലിഫോർണിയയിൽ പോയി ഞാൻ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു, UAEയിൽ ഓപ്പൺ ചെയ്തു, മസ്കറ്റ്, ബഹറിന് ഇവിടെ എല്ലാം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോയി ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. എല്ലാം നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു വരവേൽപ്പാണ്. അതായത് ജന്മം കൊണ്ട് കുടശനാട്ടുകാരനാണോ ഓട്ടോമാറ്റിക്കലി അയാൾ അതിന് മെമ്പറായിരിക്കും. പ്രവാസിയാണോ മെമ്പർഷിപ്പ് ഫീസ് ഇല്ല. ജന്മം കൊണ്ട് കുടശനാട്ടുകാരനാകുകയും പ്രവാസിയാകുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് മെമ്പർ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കുടശനാടുകാർക്ക്, ഒരുപക്ഷെ പ്രവാസ ജീവിതം നയിക്കുന്ന കുടശനാടുകാർക്ക്, ഒരുപക്ഷെ അറിയാത്ത ആൾക്കാരോട് കോസിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കോസ് ജീവകാരുണ്യ പ്രവർത്തനത്തിനും കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഗ്രാമത്തിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ഗ്ലോബൽ സംഘടനയാണ് കോസ്. അതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ കോസിൽ ഒരാൾക്ക് മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? പ്രേക്ഷകരോട് തന്നെ അവർ അതാത് രാജ്യങ്ങളുള്ള കോസ് ഭാരവാഹികളെ ബന്ധപ്പെടുക മാത്രം. വർഷത്തിൽ 2 മീറ്റിംഗാണ് കോസ് നടത്തുന്നത്. ഒന്ന് ഓണം, 2 ന്യൂ ഇയർ ഓർ ക്രിസ്മസ്. ഈ 2 മീറ്റിംഗാണ് മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സാറേ, കോസിൻ്റെ ഗ്ലോബൽ മീറ്റിങ്ങിനെ കുറിച്ച് താങ്കൾ പറയേണ്ടായി. ഇപ്പോൾ പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു മീറ്റിംഗ് നടന്നത് സാർ പറഞ്ഞത് കുടശനാട്ട് വെച്ചാണ്. അതുപോലെ തന്നെ രണ്ടാമത് ബഹ്റൈൻ നടന്നു. അതിനുശേഷമുള്ള മീറ്റിങ്ങുകളെ കുറിച്ച് 3ാമത്തെ മീറ്റിംഗ് നടന്നത് ദുബൈയിൽ വെച്ചാണ്. അടുത്ത ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ ഭാരവാഹികൾ ഖത്തർ ആയതുകൊണ്ട് അവരുടെ ഇഷ്ടമാണ്. ഖത്തറിലും ആകാം, കുടശനാട്ടും ആകാം. അതിൻ്റെ ടൈം വരുന്നതേ ഉള്ളൂ. ഖത്തറും കുടശനാട്ടിലും ഒരു കേ ഉണ്ടില്ല. അതെ അതെ അതെ. സർ, ജോൺസൺ കീപ്പള്ളിൽ എന്ന വ്യക്തി ദമാമിലെ ഏതൊരു പൊതുചടങ്ങിനും ഉള്ള ഒരു സാന്നിധ്യമാണ് പല മേഖലയിൽ. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാവണം താങ്കളെ പല സംഘടനകളും സംസാരിക്കാനും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും താങ്കളെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്. ഒരുപാട് അവാർഡുകൾ താങ്കൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഒട്ടനവധി അവാർഡുകളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾ കിട്ടിയതും കൊടുത്തതുമായ അവാർഡുകൾ കൃത്യമായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പഠിച്ച കോളേജിൻ്റെ കാതലിക്കറ്റ് അലുമിനി അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു. അതുകൊണ്ട് 3 വർഷക്കാലം പത്തനംതിട്ട കോളേജിൽ വെച്ച് മികച്ച അധ്യാപകനുള്ള അവാർഡുകൾ നൽകുകയുണ്ടായി. വളരെ കൃത്യമായി ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, പത്രസമ്മേളനം നടത്തി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട് അവാർഡുകൾ വിതരണം ചെയ്തിട്ടുള്ളൂ. അന്ന് ഞങ്ങളുടെ ബാബ ആയിരുന്ന ബസേലോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയം കാതോലിക്ക ബാബ, ഹോർമിസ് തരൻ IPS, അൽഫോൺസ് കണ്ണന്താനം, ക്യാപ്റ്റൻ രാജു, ജസ്റ്റിസ് KT തോമസ് എന്നുള്ള കേരളത്തിലെ പ്രഗത്ഭ ആൾക്കാരെ കൊണ്ടാണ് അവാർഡുകൾ നൽകിയിട്ടുള്ളത്. സാമൂഹ്യ രംഗത്തല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന സഭയുടെ ഗൗരവത്തിൽ മികച്ച സഭാപ്രവർത്തന അവാർഡുകൾ എൻ്റെ ഇടവകയിൽ വെച്ച് തന്നെ 2 വർഷങ്ങൾ കൊടുക്കുകയുണ്ടായി. അന്നും ഞങ്ങളുടെ ഇടവക മെത്രാപ്പൊലിത്തന്മാരും മറ്റും വന്ന് അവാർഡ് വിതരണം ചെയ്യുകയുണ്ടായി. അതിലുപരി എനിക്ക് ഒരു അവാർഡ് കിട്ടി കഴിഞ്ഞ വർഷം. സർ ജോർജ് വില്യംസ് ഇൻ്റർനാഷണൽ യൂത്ത് അവാർഡ്, YMCA ഇൻ്റർനാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ പ്രസിഡന്റ് പീറ്റർ പോസ്നർ, YMCA നാഷണൽ പ്രസിഡന്റ് കേരള റീജിയൻ രബി ഫിലിപ്പ്, അതോടൊപ്പം തന്നെ മറ്റ് മെത്രാപ്പൊലിത്തന്മാരുടെയും ശ്രീ രമേശ് ചെന്നിത്തലയാണ് എനിക്ക് ഹോം മിനിസ്റ്ററാണ് എനിക്ക് അവാർഡ് തന്നത്.
വളരെ എന്നും ജീവിതത്തിൽ ഓർക്കുന്ന എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവാർഡ് കൂടിയാണ്. അതുപോലെ തന്നെ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സർപ്രൈസുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സമീപ ദിവസം ഇന്നലെ ഉണ്ട സർപ്രൈസ് ആദ്യം പറയാം. ഇന്നലെ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവിചാരിതമായി കിട്ടി ആ ദിവസം തന്നെ എൻ്റെ സ്കൂളിൻ്റെ PTA മീറ്റിംഗ് ആയിരുന്നു. ആ PTA മീറ്റിംഗിൽ വെച്ച് ഭാര്യ പോവുകയും ആ സ്കൂളിലെ ആദ്യത്തെ പ്രസംഗം അന്ന് കാഴ്ചവെക്കുകയും അവർ സന്തോഷം കൊണ്ട് പൊന്നാട അണിയിക്കുകയും ആ ബർത്ത്ഡേ കേക്ക് കൊടുക്കുകയും തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ഇടവ മെത്രാപ്പോലീത്ത തോമസ് മാർ അത്താനാസ് തിരുമേനിയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കടയായൊരു സംഭവം. അതുപോലെ സാറിനും ഒരു സർപ്രൈസ് ഉണ്ടായില്ലേ? നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അത് വാലന്റൈൻസ് ഡേ ആണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇന്ന് ദർശന TV-ക്കാർ രാവിലെ വിളിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും സാറിനുണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. സന്തോഷം തന്നെ. സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂൾ ദമാമിൽ ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി, നല്ല നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രയത്നത്തിൽ താങ്കൾ ഈ സ്കൂളിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. താങ്കളോടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സ്കൂളിൽ. പ്രധാനമായും ഓർക്കുവാണെങ്കിൽ അവരുടെ സ്റ്റാഫുകളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു സാമീപ്യം, ഒരു സഹകരണം എത്രമാത്രം താങ്കൾക്ക് ഈ ഒരു വിജയത്തിലെത്താൻ സഹായിച്ചിട്ടുണ്ട്? അതെടുത്ത് പറയുമ്പോൾ ഈ സ്കൂൾ മാനേജിംഗ് ഡയറക്ടറും സൗമ്യ സ്വഭാവക്കാരനുമായ ജോസഫ് കളത്തുമ്പൽ പറമ്പിലിനെയാണ് എടുത്ത് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ CS ജോണി, HM റെനി വർഗീസ് ആൻഡ് മറ്റ് കോർഡിനേറ്റേഴ്സ്, വളരെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ടീച്ചേഴ്സ് വളരെ ആത്മാർത്ഥമായി ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സാർ, ഇനിയിപ്പോൾ താങ്കളുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ ഒട്ടനവധി വിഷയങ്ങളിലേക്കുള്ള സഞ്ചാരം, യാത്രകൾ, കുടുംബം എങ്ങനെയാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നത്? കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയുണ്ട്? നാട്ടിൽ ആരൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ ചെറിയ കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും ഭാര്യയും 2 മക്കളുമാണ്. അതോടൊപ്പം ബൃഹത്തായ വേറൊരു ഗ്രൂപ്പ് കൂടെ എനിക്കുണ്ട്. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്. പിതാവ് മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷം കഴിയുന്നു. മാതാവ് മരിച്ചിട്ട് 10 വർഷം കഴിയുന്നു. എന്നും ഞങ്ങളെ ഈ വഴിയിലേക്ക് വന്നുവെങ്കിൽ ആ മാതാവിൻ്റെ പ്രാർത്ഥന വലിയൊരു ഘടകമാണ്. എപ്പോഴും മാതാവിൻ്റെ പേര് അന്നമ്മ ജോൺ എന്നാണ് മാതാവിൻ്റെ പേര്. പപ്പയുടെ പേര് പപ്പ KM ജോൺ എന്നാണ് പേര്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് ആദ്യമായി സ്കൂൾ ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ നാമധേയത്തിൽ ആദ്യം ഞാൻ എൻ്റെ സഭാപിതാക്കന്മാരുടെ പേരിൽ ബസേലിയസ് ബ്ലോക്ക് ഉണ്ടാക്കി. സെക്കൻഡ് എൻ്റെ അമ്മയുടെ പേരിലുള്ള ബ്ലോക്കാണ് ഉണ്ടാക്കി, അന്നമ്മ ജോൺ മെമ്മോറിയൽ ബ്ലോക്കാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിതാവിൻ്റെ മരണത്തിന് പിതാവിൻ്റെ പേരിലും ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അവരെ ഓർക്കുന്നു എന്നുള്ളത് അവരെ ഓർക്കുന്നു. ആ ജീവിതത്തിൻ്റെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കുഞ്ഞുങ്ങളുടെ പല പ്രസംഗങ്ങളും പറയാറുണ്ട്, നിങ്ങൾ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കാൻ പഠിക്കുന്നില്ല എങ്കിൽ അത് വലിയ തെറ്റായിരിക്കും. അത് നിങ്ങൾ അതിന് മോട്ടിവേഷൻ കൊടുക്കണം. മാതാപിതാക്കന്മാരെ നോക്കുവാനുള്ള ആഗ്രഹം നിങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എപ്പോഴും പറയും. പിന്നെ സാറിൻ്റെ സ്വന്തം ചെറിയ കുടുംബത്തിൽ എന്ന് പറഞ്ഞ വിഷയത്തിൽ, ചെറിയ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫാദറിനെ സ്മരിക്കാതിരിക്കാൻ പറ്റുകയില്ല. എന്നെ ഈ മേഖലയിലേക്ക് ഒട്ടനവധി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന KP കുര്യൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ. അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ, ഒട്ടനവധി അഭിപ്രായങ്ങൾ സമൂഹത്തിൽ എന്നെ ബാവുപ്പോൾ മുതൽ അൽബസ് കണ്ണന്താനം മുതൽ ജസ്റ്റിസ് കരി തോമസ് ഒത്തിരി ഉന്നതന്മാരായ ആൾക്കാരെ പരിചയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മാർഗ്ഗം ഇന്നും തന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഓർക്കുന്നു. സഹധർമ്മിണി അന്നമ്മ കുര്യനെയും പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ. സാറിൻ്റെ വൈഫിൻ്റെ പേര്, മക്കളുടെ പേര്? എൻ്റെ വൈഫ് വിനീത ജോൺസൺ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ടീച്ചറായിരുന്നു. മൂത്ത മകൾ റിച്ചിൻ അന്ന ജോൺസൺ, 3rd ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. രണ്ടാമത്തെ മകൾ റിമിൻ ജോൺസൺ, 1st ഇയർ LLB സ്റ്റുഡൻറ്റ്.
അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ബ്രദേഴ്സിൽ ബഹുമാനിക്കുന്ന എൻ്റെ എല്ലാം പിതാവിൻ്റെ സ്ഥാനത്ത് നിർത്തുന്ന മൂത്തർ ബ്രദർ തങ്കച്ചൻ ജോൺ. അദ്ദേഹത്തിന് 2 മക്കൾ, വൈഫ് ആലീസ് ജോൺ, മൂത്തമൻ ഡോക്ടറാണ്, ഇളയാൾ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ തമ്പാൻ ജോൺ, അദ്ദേഹം ബിസിനസ് നടത്തുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഡോക്ടറാണ്, രണ്ടാമത്തെ മകനും ഡോക്ടറാണ്. മൂന്നാമത്തെ ജോൺ മാത്യു, എന്നെയാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഏക മകൻ ജെറിൻ ജോൺ മാത്യു, അത് എഞ്ചിനീയറാണ്. 4ാമത്തെ ആളാണ് ഞാൻ. സാർ, ഈ പ്രോഗ്രാമിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെൻസാണ് സാർ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും സമ്മാനിച്ചത്. ഇനി പ്രവാസ മലയാളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ചോദ്യം. ഈ പ്രവാസ മേഖലയിൽ ഒട്ടനവധി രക്ഷിതാക്കൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളും രക്ഷിതാക്കളും ഈ പ്രവാസ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്? രക്ഷിതാക്കൾ ഒരു ബിസി ലൈഫ് നയിക്കുന്ന ഏറിയാണ് പ്രവാസ ജീവിതം. കുട്ടികൾക്ക് വേണ്ടി സമയം ഇത്രയും ചെലവഴിച്ചാൽ പോരാ എന്ന് പറയുന്ന രീതിയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ട്, സ്കൂൾ വന്നു കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പഠിക്കാനുള്ള അവസരങ്ങൾ, മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ കയറി ഇരുന്ന് TV കാണുന്നു, കമ്പ്യൂട്ടർ കാണുന്നു, അപ്പുറവുമായിട്ട് സമൂഹമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കുറവാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, ചെറുപ്പകാലങ്ങൾ നമ്മുടെയൊക്കെ കാലങ്ങളിൽ സമൂഹത്തിൽ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇവിടെ മുറിക്കകത്ത് അടച്ചിട്ട് പോകുന്ന രീതി, അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുഞ്ഞുങ്ങളെ പഠനം മാത്രമല്ല, അതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് തുറന്നു കാണിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആകാശത്ത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ട്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ട ആവശ്യകത രക്ഷിതാക്കളോട് കടമയാണ്. 8 മണിക്കൂർ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള സമയങ്ങൾ കൂടുതൽ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നല്ല പുസ്തകങ്ങൾ വായിക്കുവാനും വായിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം. അത് നല്ല നല്ല ചർച്ചകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം. അപ്പോൾ നല്ല ചർച്ചകൾ TV കൂടെ വരുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി, അതിലൂടെ മാർഗങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കണം. നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തണം. നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയെങ്കിലേ മഹാത്മാരെ, നല്ല നല്ല ആൾക്കാരെ അറിയുവാൻ സാധിക്കും. സാർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരുമായി ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ഒരല്പസമയം ഞങ്ങളുമായി ചെലവഴിക്കുകയും സൺഷൈൻ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും സാറിൻ്റെ ഈ ഒരു ജീവിതത്തിലുണ്ടായ രസകരമായ മുഹൂർത്തങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുമായി സംവദിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.